ഇതാ ഗൈസ് ഞാൻ ഇതാ ചോറ് ഇട്ടിട്ടുണ്ട്, വെള്ളം ഇതാ ചൂട് വെള്ളം ആക്കിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് എന്ത് വേണം? എന്തുകൊണ്ട് ഇഡ്ഡലി സാമ്പാർ ഇഷ്ടമാണോ? അപ്പൊ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 7:45. എനിക്ക് ഇത്ര മതി ഗൈസ്. ദിയ 9 മണിക്ക് പോകും. അപ്പൊ 7 സാമ്പാർ വെക്കാൻ പോണെങ്കിലും പരിപ്പ് വേവിക്കണ്ടേ ആദ്യം? ഇഞ്ചി ഒന്നും ഇടൂല. ഇഞ്ചിയുടെ വെള്ളല്ലേ, പുളി വെള്ളമാണ് ഇടുന്ന. എന്ത് പറയണതായിരുന്നു ഇവിടെ ഗൈസ്, ഭാവം. അപ്പൊ ഇന്ന് നീ കണ്ട് പഠിച്ച് അടുത്ത് നീ പറയും. ഓക്കെ, ഇന്ന് കണ്ട് പഠിക്കണം. എല്ലാം ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. രാവിലെ ദിയ എങ്ങനെ സ്കൂളിൽ പോകും ഇന്നെല്ലാം കാണും. എല്ലാരും ദിയയുടെ സ്കൂളിൽ പോണതെല്ലാം ലൈവ് ഇന്ന് എടുക്കുകയാണ് ഞാൻ. അതാ വേണോണ്ട് നമുക്കിനി സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപാടി ചെയ്യാം. എന്താ താഴെ ഇറക്കാൻ പറയുന്നത്? എവിടെ പോണ താഴെ ഇറക്കി? കസാരയിലൊക്കെ ഒരു വലിയ ഡപ്പി ഇന്നാൾ നിങ്ങൾ കണ്ടു കാണൂല. ഡപ്പി ഇവിടെ ഇരിപ്പുണ്ട് ഇതാ. അപ്പൊ ഹേ ഗൈസ്, ഇങ്ങനെ ഇതാ സാമ്പാറിന് വേണ്ടി മലക്കറി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ഇടുന്നുള്ളൂ ഗൈസ്. കുറച്ച് പരിപ്പ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാ പരിപ്പ് വെച്ചിട്ടുണ്ട്, വെള്ളം ഒഴി ഉപ്പും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. സാമ്പാർ പരിപ്പ് ഇതാ വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി സാമ്പാർ പരിപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ മഞ്ഞപ്പൊടി ഇടാം, ഉപ്പിടാം, കുറച്ച് എണ്ണ ഒഴിച്ചു നോക്കാം. ഈ ടൈപ്പ് ഒന്ന് വെച്ച് നോക്കാം. അത് ഇതാ മഞ്ഞപ്പൊടി ഇട്ട് ഇതാ കുറച്ച് അതിലിട്. ഇത് അതിയാണ് ഗൈസ് ഇന്ന് ഇടാൻ പോണം. കുറച്ചുകൂടെ വേണം. മഞ്ഞപ്പൊടി കഴിക്കും കുറച്ച്. ഇനി അടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. ഒഴിച്ചോ? അതിൽ തന്നെ. ഇനി അടുത്ത് ഉപ്പും കൂടെ ഇടാം. ഉപ്പൊക്കെ എടുത്ത് നമുക്ക് ആവേശം കൂടി എല്ലാം കൂടെ പണി പാളും. ഇട് വേവിക്കാൻ വെക്കാം. എന്ത് ചെയ്യാൻ പോണ്? മതി നക്കിയത്. ഇനി വേവിക്കാൻ വെക്കാം. നല്ല ചൂടായി ഗൈസ്. ഇതിന്റെ പിറകെ പോയി ഫുള്ള് വെള്ളം തിളച്ച് അങ്ങോട്ട് വെക്കാം. കൊണ്ടുതിയാ ഇനി മലക്കറി കട്ട് ചെയ്ത് എടുക്കാം അല്ലേ? ഹേ ഗൈസ്, ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്ക് ഗൈസ്, എന്നെ കളിയാക്കണവള്. അപ്പൊ ഗൈസ് ഇതാ മലക്കറി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാ വെന്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് വേവുമ്പോൾ നമുക്ക് മലക്കറി ഇട്ട് കൊടുക്കാം. ചോറ് ഇതാ കുക്കറിൽ ഞാൻ ഓപ്പൺ ചെയ്താണ് വേവിക്കുന്നത്. പെട്ടെന്ന് വേവും ഗൈസ്. വേവ് കുറവുള്ള അരിയാണ്. സ്കൂളിൽ പോണ വെച്ചിട്ടുണ്ട്. എവിടെ പോണ് നീ? വെച്ചിട്ടുണ്ട് ഗൈസ്. ബാക്കി മലക്കറി ഇടാം. എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പരിപ്പ് വേവാൻ കുറച്ച് സമയം എടുക്കും. ഓപ്പണായിട്ടാണ് പരിപ്പും വേവിക്കണം, അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. സൈക്കിളൊക്കെ കൊണ്ടുവന്നു. എന്തിനാണാവോ അടുക്കളയിൽ സൈക്കിൾ. നോക്ക് ഗൈസ്, ഡോറയുണ്ട്. എന്തൊക്കെ ഉണ്ട് പറഞ്ഞോട്. ഇതാണ് സൈക്കിൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചത്. ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. അടുക്കളയിലാണ് കൊണ്ടുവന്നത്. വീട് എല്ലാം ഞാൻ അവിടെ അതെന്ത് 5? അത് 2 3 4 5 ഏത് 4 ഉള്ളു. ഗൈസ് വീട് കാണിച്ചു വിടും. ഇതെല്ലാം ഇതാ സൈക്കിളിന്റെ ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും തലയിടാതെ ദിയ എല്ലായിടത്തും മുകളിൽ പോയി. അതെന്തോ വീട്. ഈ ബൊമ്മ ആര് വാങ്ങിയതിയാ? ഇതാര് വാങ്ങിച്ചെന്ന്? ഗിഫ്റ്റ് വന്നേണ ആര്? അഞ്ചു ചേച്ചിയുടെ ഗിഫ്റ്റ് ആണിത്. അടുത്ത് ഡോറയെ കാണിച്ചു. ഡോറ തിരിഞ്ഞിരിക്കുന്നു. ദിയയുടെ പിണക്കോന്ന് തോന്നുന്നു. ഡോറ തിരിഞ്ഞിരിക്കുകയാണ്.
ദിയ ഡോറ ഫാനാണ് ഗൈസ്. അങ്ങനെ ഡോറയുടെ ഒരു ബൊമ്മ വാങ്ങിച്ചു കൊടുത്തു. ആ ഹായ് ഡോറ. 8 മണി ആയിട്ടുണ്ട്. ചോറിതായിക്കൊണ്ടിരിക്കുന്ന ചായ ഇടാനിലോട്ട് പോവാം ഗൈസ്. അങ്ങനെ ഇതാ പാല് ചായ ഇടാൻ വേണ്ടി ഒഴിക്കുകയാണ്. ദിയയുടെ ഗ്ലാസ് എടുത്തിട്ടോ? ദിയ കാണാനില്ല. ഇത് ഞങ്ങൾ സൊസൈറ്റിയിൽ നിന്ന് വാങ്ങുന്ന പാലാണ് ഗൈസ്. അതുകൊണ്ട് നല്ല പാലാണ്. അതാ അത് നീയല്ലേ കൊണ്ടുവയ്ക്കണ? ഞാനാ രാവിലെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഞാൻ ഒഴിച്ചിട്ടില്ല. കുറച്ച് വെള്ളം കുറവാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതാ വേവാൻ വേണ്ടി നമുക്ക് വെച്ച് കൊടുക്കാം. എന്ത് വേണം? അയ്യോ ദിയക്ക് ഇന്നൊരു ബ്രെഡ് പുഡിങ് ചെയ്യാൻ പോവേണ ഞാൻ. ഓ മതി, സമയമില്ല, പെട്ടെന്നാവട്ടെ. അതെന്താ പൂപ്പു എന്തോന്ന് ദിയ? ഞാൻ ഒരു പുതിയ മതി 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 മതി. മതി മതി മതി, സമയമില്ല. ഇപ്പോഴും കഴിച്ച് മലക്കറി ഇതാ വേവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് ബാക്കി ചെയ്യാം. ചായ ഇതാ റെഡി ആയിട്ടുണ്ട്. ദിയക്ക് ഇതാ പാല് റെഡി ആയിട്ടുണ്ട്. ഇതാ മലക്കറി ഇതാ ഏകദേശം വെന്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കൊരു പാൻ എടുത്ത് ഉള്ളി വേവിച്ച് സാമ്പാറിന് വേണ്ടിയുള്ളത് തയ്യാറാക്കാം. ഗൈസ് മുടി നമുക്ക് കുളിക്കണം. ദിയ ബഹളമാണ്. സാമ്പാർ ഇതാ വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് അരപ്പ് എടുക്കാം. മലക്കറി ഇതാ വെന്തിരിപ്പുണ്ട്. അപ്പൊ കടുക് ഇട്ട് കൊടുക്കാം. അടുത്ത് അരപ്പുണ്ടാക്കാൻ വേണ്ടി കടുക് ഇടണം. കടുക് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമാണ്, കൂടിപ്പോയി ഗൈസ്. ഇനി അടുത്ത് ഉള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് വഴറ്റി എടുക്കണം ഗൈസ്. ഇതിലുള്ള സ്പൂൺ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാ കുറച്ച് വഴറ്റി എടുക്കാം. വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് ഗൈസ് ഞാൻ സാമ്പാർ വെക്കുന്നത്. ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ സാമ്പാർ പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് പൊടിച്ച മുളകാണ്, അതുകൊണ്ട് വലിയ എരിയുമില്ല. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി നേരത്തെ ചേർത്തിട്ടുണ്ട്. അത് മലക്കറി പിടിക്കാനാണ്. മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞപ്പൊടി. ഇനി ഉലുവയാണ്. അപ്പൊ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഞാൻ ഇങ്ങനെയാണ് വയസ്സ് വെച്ച് നോക്കണം. ഉള്ളി കുറവാണെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാനാണ്. വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് വേവിച്ച മലക്കറി ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. സാമ്പാർ കുറച്ച് പാടുള്ള കാര്യമാണ് ഗൈസ്. പിന്നെ പിള്ളേർക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ച് കൊടുക്കണമല്ലോ. ഇഷ്ടമുള്ള കിട്ടിയാൽ നിറയെ കഴിക്കുമല്ലോ. ഇതാ വെണ്ടയ്ക്ക മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ അത് മീഡിയം ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ച് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് വേവിച്ച കറി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മലക്കറി ഒഴിച്ചു കൊടുക്കാം ഗൈസ്. ഞാൻ തവയിലാണ് എടുത്തത് ഗൈസ്. ഇതെന്താ, ഞാൻ സാധാരണ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത്. ഹേ ഗൈസ്, ഇത് ഇഡ്ഡലി വെച്ചിട്ടുണ്ട്. ഇനി ഇതിയെ ഫ്രഷ് ആയിട്ട് കൊണ്ടുവരാം. ഓ തട്ടാ, സാമ്പാറും മീനും കൂടെ തിന്ന് ഉണ്ട്. തട്ടാ അത് ബാഗിൽ കിടക്കും, തരാം. നോക്ക് ഗൈസ്, ഇതാ ഫൈനൽ ലുക്ക് എന്ന് വെച്ചാൽ ഇതാണ്. ഇതാ ഇഡ്ഡലി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി സാമ്പാർ എങ്ങനെയുണ്ട് ദിയ? എങ്ങനെയുണ്ട് ദിയ? കുളിച്ച് യൂണിഫോം എങ്ങനെയുണ്ട്? കൊള്ളാം. പിന്നെ കഴിച്ചോ? തിന്നാ? അവൾ എന്നെ സൂപ്പിക്കാൻ നിൽക്കുകയാണ് ഗൈസ്. കൊള്ളാം ഗൈസ്. ദിയ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പൊ ഇതാ ഗൈസ്, ദിയ ഗെറ്റ് റെഡി വിത്ത് മീ. ഒരു കൊമ്പ് കെട്ടി, 2 കൊമ്പ് കെട്ടിയേ പോവുള്ളൂ. അങ്ങനെ നോക്ക് ദിയ, കാണിച്ചോട്. ഗെറ്റ് റെഡി വിത്ത് മീ.
Yeah, chill with Diya. Oh. ശരി. ഷൂ സോക്സ് എന്നാ ചെയ്യാ? മൈക്ക് വേണം. ഓ മൈ ഗോഡ്, ഇതാ മൈക്കും കൊണ്ട് പോണത് സ്കൂളില്. മൈക്ക് വേണം. അപ്പൊ ഗൈസ് ഞാൻ ദിയെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോവാണേ. പോയിട്ട് വരാമേ. അങ്ങനെ ഇതാ ദിയ സ്കൂളിൽ പോയിട്ടുണ്ട്. മുട്ടയുണ്ട്, പാലുണ്ട്, പഞ്ചസാരയുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിട്ടിട്ടുണ്ട്. നമുക്കിന്ന് ബ്രെഡ് കുറച്ച് പൊടിച്ചിട്ട് കൊടുക്കും. കുറച്ച് സാധനങ്ങൾ ഇടാറുണ്ട്. ഇതാ ബ്രെഡ് ഇതാ ജാറിൽ പൊട്ടിച്ചിട്ട് ഞാൻ മുട്ട പൊട്ടിച്ചൊഴിക്കാം. കാരമൽ തയ്യാറാക്കണമുണ്ട്, അതുകൊണ്ട് പഞ്ചസാര കുറച്ചേ ഇടണുള്ളൂ. ഇനി പാലൊഴിക്കാം. ഇനി പാലൊഴിച്ച് കൊടുക്കാം ഗൈസ്. ഇനി അടിച്ചെടുക്കാം. വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാരമൽ തയ്യാറാക്കാം. ഇങ്ങനെ നോക്കാം. നല്ല വെള്ളം പോലെ ആയി വന്നിട്ടുണ്ട് ഗൈസ്. ഇതാ ഞാൻ പഞ്ചസാര, അപ്പോൾ ഇതാ നോക്ക് ഗൈസ്, കാരമൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ വെച്ച് അടിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇത് ചെയ്തതെന്ന് വെച്ചാൽ ഒരു പാത്രം എടുത്തിട്ട് പഞ്ചസാര ഇങ്ങനെ വെള്ളമൊന്നും ഒഴിക്കാതെ ഡ്രൈ ആയിട്ട് തന്നെ പഞ്ചസാര ഇട്ട് ഇങ്ങനെ കലക്കി ഈ ഒരു രൂപത്തിൽ ഇട്ട് ഞാൻ ഒരു വലിയ പിടിയുള്ള പാത്രമാണ് എടുത്തത്. അങ്ങനെ നമുക്കിനി ഇത് ഒഴിച്ചു കൊടുക്കാം ഗൈസ്. ഇത് ഒഴിക്കുകയാണ് ഗൈസ്. കുറച്ച് ഇത് തണുക്കാൻ വയ്ക്കാൻ. ഇനി നമുക്ക് ഇത് തണുക്കാൻ വേണ്ടി ഇതിൻ്റെ പുറത്തൊന്ന് വയ്ക്കാം. ഇങ്ങനെ വെച്ച് ഇനി ഒന്ന് ക്ലോസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ചൂടാകാൻ വയ്ക്കാം ഗൈസ്. ഒരു അരമണിക്കൂർ. കാരമലിൻ്റെ ഫില്ലിംഗ് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഗൈസ്. ഇതാ ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് ഇളക്കി നോക്കാം. ഇതാ ഏകദേശമായി ഒരു അരമണിക്കൂറായി. കുറച്ചുകൂടെ വേണമെന്ന് തോന്നണം. കുറച്ചും കൂടെയൊക്കെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് കുത്തി നോക്കിയതാണ്. കാരമൽ പുഡിംഗ് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇതാ ചെറിയ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. കാരമൽ ബ്രെഡ് പുഡിംഗ് വളരെ പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കുറച്ച് ഡിലേ വന്നതെന്ന് വെച്ചാൽ അത് കുറച്ച് ചൂടാക്കാനുള്ള ഒരു അരമണിക്കൂറുള്ള ഡിലേ. ഹോപ്പ് യു ഗൈസ് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണാം. ചാ.